ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവനും ബീറ്ററും മിക്സിയും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സ്പോഞ്ച് കേക്കാണിത്. തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അല്പം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു 1/4 കപ്പ് പാല് വേണം. ഈ 1/4 കപ്പ് പാലിൽ നിന്നും 1/2 കപ്പ് പാല് നമുക്ക് മൈദയുടെയും റവയുടെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാല് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ 15 മിനിറ്റ് കൊണ്ട് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റിന് ശേഷം റവയൊക്കെ കുതിർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാലിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതങ്ങ് പതഞ്ഞ് വരും. ഇനി നമുക്കിത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു പഴകിയ പാന് അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലത്തെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ നമ്മുടെ കേക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്നും ഇളകി വരും. ഇനി ഇതിൽ നിന്നും ഓരോ തവി മാവ് വീതം നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് 10-15 മിനിറ്റോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളവയെ നമുക്ക് ഇപ്രകാരം തന്നെ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ സ്പോഞ്ച് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.